മോനെ ബാല വാ വീടെത്തി. വേണ്ട, പിടിക്കില്ല. ഇങ്ങനെ കുടിച്ചോണ്ട് പ്രശ്നങ്ങളൊക്കെ തീരുവോ? എല്ലാരും കുറ്റപ്പെടുത്തും, താൻ തോന്നി. പക്ഷേ നാരായണൻ എന്നെ കുറ്റപ്പെടുത്തരുത്. തീരെ പ്രതീക്ഷിച്ചില്ല. ഇനി നിങ്ങളാരും തിരിഞ്ഞു നോക്കുമെന്ന് വിചാരിച്ചില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ പറ്റുമോ? മാപ്പോ, ഞാനൊരു താന്തോന്നിയായിപ്പോയി, ഒരു ഫൂൾ, ജീവിക്കാനറിയാത്തൊരു മന്ദൻ. ബാലേന്ദ്രനകത്തേക്ക് വരും. ഓ, വക്കീലുണ്ടോ? വക്കീലെ, ക്ഷമിക്കണട്ടോ. നിങ്ങളൊക്കെ എന്റെ നന്മയാണ് ആഗ്രഹിച്ചതെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കത് ശരിയാവില്ല. ആ, എല്ലാരും ഉണ്ടല്ലോ. നെമ്മിക്ക് ആശ്വാസമായില്ലേ? നെമ്മി ഭയന്നിരിക്കായിരുന്നു, എല്ലാരും പിണങ്ങിന്ന് കരുതി. മോളുറങ്ങിയോ നെമ്മി? ഉറങ്ങി. ഉറങ്ങട്ടെ, ഒന്നും അറിയാതെ സുഖമായിട്ട് ഉറങ്ങട്ടെ എന്റെ മോള്. ഹോട്ടല് വിറ്റു. വെറും 90 ലക്ഷം രൂപയ്ക്ക് കാറും വിറ്റു. ബാലേന്ദ്രൻ എന്നും അഹങ്കരിച്ചിരുന്ന ബെൻസ് നീ പോയി വീടും കൂടെ ഉണ്ട്. പലരും വന്ന് നോക്കിയിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ റെഡി ക്യാഷുള്ള ആർക്കെങ്കിലും ഇതും പോട്ടെ, ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. പോണതൊന്നും ഓർത്ത് വിഷമിക്കരുത്. സമ്പത്ത് എപ്പോഴും അങ്ങനെയാ, അത് വരും പോകും. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായ കഥ പോലുണ്ട്. വഴിയാധാരം. നിന്റെ ആത്മവിശ്വാസം നശിക്കാതിരുന്നാ മതി. അങ്ങനെ വഴിയാധാരാകേണ്ട ഗതിയോടൊന്നും ഇപ്പൊ ഇല്ല. അത് നിന്റെ വീട് തന്നെയാ. വീട്ടിൽ താമസിക്കാൻ ആളില്ലാത്ത കുഴപ്പമേ ഉള്ളൂ. നീ മനസ്സമാനം നശിപ്പിക്കാതെ ബാധ്യതകളൊക്കെ തീർക്കുക. ഇന്നത്തെ കാര്യമല്ലേ, അത് നമുക്ക് നോക്കാം. ആ, നിങ്ങൾ എത്തിയോ മാമോളെ? വീട് ഒഴിഞ്ഞു കൊടുത്തു. നിന്റെ പെട്ടി സാധനമൊന്നും കൊണ്ടുവന്നല്ലേ? ഇപ്പൊ ഒന്നും സംസാരിക്കണ്ട, വിശ്രമിക്ക. നിമ്മി മോളെ, എന്താ ഇത്? എന്ത് കരച്ചിലാ നീ കരയണേ? ഇനി എല്ലാരും ഇല്ലേ നമ്മള്? നിനക്കും നിന്റെ കുട്ടിക്കും ഭർത്താവിനും ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. ഇത് നിന്റെയും കൂടി വീടല്ലേ മോളെ? നിന്റെ ആഭരണങ്ങളും വിറ്റോ? ഒക്കെ പോട്ടെ, നിനക്കും മോക്കും അത്യാവശ്യത്തിന് വേണ്ട ആഭരണങ്ങള് അമ്മയുടെ കയ്യിലുണ്ട്. വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെയോ? എല്ലാം ചേർത്താ കൊടുത്തത്. ഇവിടെ കൊണ്ടുവന്ന് എവിടെ ഇടുന്ന ആലോചിക്കായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ടല്ല വരണത്. പിന്നെ ഞാൻ വാടകയ്ക്ക് ഒരു ചെറിയ വീട് ശരിയാക്കിയിട്ടുണ്ട്. അതിന്റെ ആവശ്യം എന്താ? ഞാനിവിടെ പറഞ്ഞതല്ലേ, ഈ വീട്ടിൽ താമസിക്കാൻ മോശമാണെന്ന് തോന്നുന്നുണ്ടോ? അച്ഛൻ വേറൊന്നും വിചാരിക്കണ്ട, എനിക്കതാണ് ഇഷ്ടം. ബാലചന്ദ്ര, നീ വെറുതെ മിഥ്യാഭിമാനം വെച്ച് വളർത്തരുത്. ജീവിക്കാനൊരു മാർഗവും ഇല്ല, 10 പൈസ വരുമാനവും ഇല്ല. ഒരു വാടക എടുത്ത് നീ എങ്ങനെ താമസിക്കുന്നതായി പറയുന്നേ? ബാലേന്ദ്രൻ ജീവിക്കാൻ തുടങ്ങിയപ്പോ കാറും ബംഗ്ലാവും ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. അന്ന് നീ ഒറ്റത്തടിയായിരുന്നു, ഇന്ന് അതുപോലല്ല. ഭാര്യയും കുട്ടിയുണ്ട്. നീ ജീവിച്ച പോലെ ജീവിച്ചവരല്ലവര്. ഇത് ഞാൻ സമ്മതിക്കില്ല. എനിക്കൊരു സമ്മതത്തിന്റെ ആവശ്യമില്ല. മര്യാദയും സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും പേരിൽ വന്നു പറഞ്ഞു. സമ്മതമില്ലാണ്ട് നീ എന്റെ മോളെ വിളിച്ചോണ്ട് പോവോ? അതെന്താ അച്ഛൻ അങ്ങനെ ചോദിക്കുന്നു? എന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് പോയിരിക്കും. ഭാര്യയൊക്കെ ശരി തന്നെ,
പക്ഷെ അവളെ നിനക്ക് കെട്ടിച്ചെന്ന് കണ്ട ചേരിയിലും വാടകപ്പുരയിലൊന്നും കൊണ്ട് താമസിപ്പിക്കാനല്ല, അന്തസ്സുള്ള ഇടത്തേക്ക് വിളിച്ചോണ്ട് പോകും, വിടാം. എന്താ അച്ഛാ പ്രശ്നം? അല്ല, അവൻ പറഞ്ഞു കേട്ടില്ലേ, കെട്ടിച്ചെന്ന് അവളെ നട തള്ളിയവളൊന്നുമല്ല. ചോദിക്കാനും അന്വേഷിക്കാനും അധികാരം എനിക്കുണ്ട്. അവക്കൊരു കഷ്ടസ്ഥിതി വന്നാൽ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ബാലേന്ദ്രൻ വെറുതെ വാശിയും വഴക്കൊന്നും ഉണ്ടാക്കണ്ട. നിനക്കിവിടെ താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പൊയ്ക്കോ, അവളെ കൊണ്ടുവന്നേരിക്കണ്ട. വേണ്ട അച്ഛാ, വെറുതെ പറഞ്ഞ് വഴക്കാവണ്ട. വഴക്കൊന്നുമല്ല, കാര്യ പറയണേ. നിമ്മെ ഞങ്ങൾ വിടില്ല. അച്ഛാ, ബാലചന്ദ്രന് കാശേ പോയിട്ടുള്ളൂ, അഭിമാനം വിട്ടിട്ടില്ല. എന്റെ പെണ്ണെ കുഞ്ഞിനെ പോറ്റാൻ എനിക്കറിയാം. എന്താ ബാലേട്ടാ? എന്താ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. നിമ്മയെ മോളെ നമ്മൾ വിടുന്നില്ല. മാറി താമസിക്കണേ, അവൻ ഒറ്റയ്ക്ക് താമസിക്കട്ടെ. അവളെയും കുഞ്ഞിനെയും കാണണം തോന്നുന്നു, വരാം, കാണാം. അവരെ സംരക്ഷിക്കാനുള്ള നിലയാകുമ്പോ കൊണ്ടുപോയിക്കോട്ടെ. എന്റെ മോളെ ഇങ്ങോട്ട് തരാം. നിമ്മി, അപ്പോ നിങ്ങളെ അകറ്റാൻ വേണ്ടിയല്ല അച്ഛൻ പറയുന്നത്. നീ മോള് നരയിക്കും. ആ കുട്ടിയുടെ ഭാവ്യങ്ങൾ ആലോചിക്കണം. അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. വേണ്ടച്ചാ, ബാലേട്ടൻ എവിടെയാണോ അവിടെയാണ് ഞാൻ. ഈ മോളെ കുറിച്ച് അച്ഛനൊന്നും ആലോചിക്കണ്ട, മറന്നേക്ക്. വരുന്നില്ല, വരണ്ട. അവൾ പൊയ്ക്കോട്ടെ. കഴുത്തിൽ താലി കെട്ടിയും വിളിച്ച ഏത് പെണ്ണിനെ കൂടെ പോകാതിരിക്കാൻ കഴിയാ? അയ്യോ, കുഞ്ഞുമോൾ എന്തെങ്ങനെ കരയണേ? വന്ന് കേറിയപ്പോ തുടങ്ങിയ കരച്ചില്ല. ഉഷ്ണം കൊണ്ടാ, എയർ കണ്ടീഷൻ വളർന്ന കുട്ടിയല്ലേ. നിർമ്മല അവിടെ? അവളെ അടുക്കളയിൽ. ഞാൻ എടുക്കാം മോൾ. ആ, ഈ സഞ്ചി അങ്ങോട്ട് കൊടുത്തേക്ക്. ഓ, എന്തൊരു പുഴുക്കം. മോള് കരയില്ലേട്ടോ, കരയില്ലേ. പച്ചക്കറി ആ മോള് നാരായണന്റെ കയ്യിലുണ്ട്. നീ കരയാണ്? ഏയ് പോക, കണ്ണു നീർന്നു. കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്യും. കുറെ കൂടെ നല്ലൊരു വീട് കണ്ടുപിടിക്കാം. നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ ഇടയുള്ളൊരു വീട്. ഓ സാരമില്ല ബാലേട്ടാ, നമുക്ക് ഇതൊക്കെ മതി. എമ്മേ, നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നു. എന്തിന്? വീട്ടിൽ നിൽക്കാൻ അനുവദിക്കാതെ നീ നരകത്തിൽ കൊണ്ടുവന്നാക്കി. ഏയ് ഇല്ല. മറ്റൊരാളുടെ തണലിൽ, മറ്റൊരാളുടെ ഔദാര്യത്തിൽ എനിക്കത് വയ്യനമ്മേ. ചെറുതാണെങ്കിലും വാടക വീടാണെങ്കിലും ഇത് നമ്മുടെയാണ്, നമ്മുടെ മാത്രം. ബാലേട്ടന്റെ ഇഷ്ടം എന്താണോ അതാണ് എന്റെ ഇഷ്ടം. ഉറങ്ങാണോ? ഏയ്, ഉറങ്ങൊന്നുമല്ല. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടില്ല നാരായണേട്ടാ. എന്താ ഇനി പ്ലാൻ? 19 ലക്ഷം രൂപ പലരുടെ കയ്യിലായിട്ടുണ്ട്. കമ്പനി പൊളിഞ്ഞൊന്ന് പരന്നത് കൊണ്ട് ഇനിയിപ്പോ തിരിച്ചു കിട്ടുവോ നോക്കണം. കേസ് കൊടുക്കണം. കേസെന്ന് പറഞ്ഞ എത്ര കാലാ നാരായണേട്ടാ നടക്കുക? വക്കീലന്മാർക്ക് കൊടുക്കാൻ പണം എത്ര വേണം? നിമ്മയും മോളും പട്ടിണി കിടക്കരുന്നേ ഇപ്പൊ ആഗ്രഹിക്കണല്ലോ. ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോ എന്റെ ഒരു ആവശ്യമില്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ ഓടുന്ന ടാക്സിയിൽ ഒരു പണി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് തരാവുന്ന വിചാരിക്കണേ. ഒരു വയസ്സുള്ളതിന് 3 നേരം കഞ്ഞി കുടിക്കാൻ കൊടുക്കണ്ടേ? നാരായണേട്ടന്റെ കാര്യം ഞാൻ മറന്നു. ബാല, താക്കോല്. നാരായണേട്ടന് ഒരാശയുള്ളൂ. ഇനിയും ഒരു ബെൻസ് കാറിൽ ഈ മദ്രാസിലൂടെ പറക്കണം.
അന്നും പുറകിൽ മുതലാളിയായിട്ടിരിക്കാൻ ഈ നാരായണേട്ടനെ വിളിക്കണം. നാരായണേട്ടാ, നാരായണേട്ടന്റെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ബാലൻ വീണ്ടും വരും. അതുവരെ ഇതിരിക്കട്ടെ. എനിക്കെന്തിനത്? ഇതേ ഉള്ളൂ കയ്യില്. നമ്മുടെ ആദ്യത്തെ വണ്ടിയാ, വിൽക്കാൻ മനസ്സ് വരണില്ല. എന്റെ ഇരുന്ന ഇതും വെക്കേണ്ടി വരും. വേണ്ടെന്ന് പറയുന്നത് ഇത് നാരായണേട്ടനാ. ഇരിക്കട്ടെ.